അപ്പോൾ തത്സമയത്ത് നിന്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? നോട്ടം ക്രിസ്തുവിലായിരിക്കണം. അതെ, ദൃഷ്ടി കർത്താവിലായിരിക്കണം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ബൈബിൾ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതമായി. ശത്രു പറയും നീ ലജ്ജിക്കുമെന്ന്, അതെ, ലോകം പറയും നീ ലജ്ജിക്കുമെന്ന്. പക്ഷെ ലജ്ജിക്കാൻ എന്റെ നാഥൻ സമ്മതിക്കത്തില്ല. നിന്നാപാത്രമായി തീരുമെന്ന് നീ ചിന്തിക്കുന്ന മേഖലയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത മഹത്വം വെളിപ്പെടുത്താൻ നസ്രയൻ മതിയായവനാണ്. ഹല്ലേലൂയ. നീ ചിന്തിച്ചു തീർന്നു പോയെന്ന്, നീ ചിന്തിച്ചു അതേ നാട്ടുകാരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി മാറിയെന്ന്, നീ ചിന്തിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു പരസ്യ കോലമായെന്ന്. ഇല്ല, യേശു നിന്റെ കുടുംബത്തിലുള്ളത് കൊണ്ട്, യേശു നിന്റെ ജീവിതത്തിന്റെ അകത്തുള്ളത് കൊണ്ട്, നീ യേശുവിനെ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തത് കൊണ്ട് നീ അപമാനപാത്രമായി മാറാൻ നാഥൻ സമ്മതിക്കത്തില്ല. നീ അപമാനപാത്രമായി മാറുമെന്ന് നീ ചിന്തിക്കുന്ന അതേ മേഖലയ്ക്കകത്ത് മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരുവനാണ് നിന്റെ കൂടെ ചലിക്കുന്നത്. ഇന്ന് പകലിൽ ആ ദൈവിക മഹത്വം ചിലരുടെ ഭവനങ്ങളിൽ ഇറങ്ങുന്ന പകല